നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയുടെ അതേ രുചിയിലുള്ള നല്ല നാടൻ വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 12 വെണ്ടയ്ക്ക ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ നന്നായി ഒന്ന് മൂത്ത് വരുമ്പം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ തന്നെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ സവോള നീളത്തിൽ മുറിച്ചതാണ് ചേർക്കുന്നത്. ഇനി സവോളയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ നീളത്തിൽ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഈ വെണ്ടയ്ക്ക് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ തേങ്ങയുടെ അരപ്പും കൂടെ നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു മിക്സിയിലെ ജാറിലേക്ക് തന്നെ 1 കപ്പോളം വെള്ളം എടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ ഉലുവ ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുമ്പോൾ ശരിക്കും നല്ല മീൻകറിയുടെ മണം തന്നെ നമുക്ക് കിട്ടും. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുകളിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പം ശരിക്കും നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് തുറന്ന് നോക്കില്ലേ, അതേ ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാവുക. അതുപോലെ കറിയും ഇച്ചിരി ഒന്ന് കുറുക്കി ആ ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീനില്ലാത്ത ഈ ഒരു മീൻകറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.